വെൽക്കം ടു അവർ ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് സോഷ്യൽ സയൻസിന്റെ ചാപ്റ്റർ 7ന്റെ കണ്ടിന്യൂഷൻ ആണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഗ്രീൻ റവല്യൂഷൻ മുതലുള്ള ഭാഗമാണ്. സോ എല്ലാ കുട്ടികൾക്കും ഇന്നത്തെ സോഷ്യൽ സയൻസിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലാൻഡ് റിഫോംസ് എന്താണ്, ഗ്രീൻ റവല്യൂഷൻ എന്താണ് എന്നാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഗ്രീൻ റവല്യൂഷനെ കുറിച്ച്. അപ്പൊ ഈ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുണ്ടായ റീസൺ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. അതായത് നമ്മുടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതിന് ശേഷം നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിൽ ഏർപ്പെടുത്തിയ ചില ഘടകങ്ങളാണ് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിന്റെ ഡെവലപ്മെന്റിനെ ഭാഗികമായിട്ടും മുഴുവനായിട്ടും ബാധിച്ചത്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. എന്താണ് ടാക്സ് സിസ്റ്റം ഇംപ്ലിമെന്റഡ് ബൈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഒരുപാട് ടാക്സ് സിസ്റ്റം ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പൊ ടാക്സ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? രണ്ടാമത്തെ പോയിന്റ് നോക്കി, ഇൻഡെപ്റ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ ഫാർമേഴ്സിനൊക്കെ എന്തുണ്ടായി? കൂടുതൽ കടബാധ്യതകൾ ഉണ്ടാകേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അതേപോലെ തന്നെ മറ്റൊന്നാണ് ഔട്ട്ഡേറ്റഡ് ടെക്നോളജി എന്ന പഴഞ്ചൻ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? കൃഷി രീതികൾ അവലംബിച്ചത്. അപ്പൊ ഈ കാര്യങ്ങൾ കാരണം നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിന്റെ ഡെവലപ്മെന്റ് കുത്തനെ താന്നുപോയി. ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സെക്ടർ ആയിരുന്നില്ല അഗ്രികൾച്ചർ സെക്ടർ. അത് കാരണം കൃഷിക്കാർക്ക് കടബാധ്യതകളും മറ്റും വന്നത് കാരണം എന്ത് സംഭവിച്ചു? അവരുടെ ആവശ്യങ്ങൾക്ക് ആവശ്യമായ ക്രോപ്സ് പോലും കൾട്ടിവേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അതായിരുന്നു ആദ്യത്തെ പ്രശ്നം. അപ്പം ഈ പ്രോബ്ലം ഒക്കെ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് രണ്ട് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തത്? ലാൻഡ് റിഫോംസ് ആൻഡ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്ന രണ്ട് സമ്പ്രദായം നമ്മൾ ആരംഭിച്ചത്. ഇനി എന്താണ് ലാൻഡ് റിഫോംസ് അല്ലെങ്കിൽ ഭൂപരിഷ്കരണം എന്നുള്ളത് എന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഭൂപരിഷ്കരണം അല്ലെങ്കിൽ ലാൻഡ് റിഫോംസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓരോ വ്യക്തിക്കും അവരുടെ കൈവശം വെച്ചിരിക്കേണ്ട ഭൂമിക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തി അല്ലെ. ഇപ്പൊ നമുക്കൊരു ഗവൺമെന്റ് ഒരു റൂൾ കൊണ്ടുവന്നു, അതായത് ഒരാൾക്ക് ഒരു 20 സെന്റ് വസ്തു ഹോൾഡ് ചെയ്ത് വെക്കാം. അപ്പൊ അവർക്ക് ടോട്ടൽ ഒരു 50 സെന്റ് ഉണ്ടെങ്കിൽ 20 സെന്റ് മാത്രമേ അവർക്ക് കൈവശം വെക്കാനുള്ള അവകാശമുള്ളൂ. ബാക്കി സർപ്ലസ് ആയിട്ട് വരുന്നത്, മീൻസ് എക്സ്ട്രാ വരുന്നത് അല്ലെങ്കിൽ അധികം വരുന്നത് ഗവൺമെന്റ് കളക്ട് ചെയ്തിട്ട് കൃഷിഭൂമി ഇല്ലാത്ത ആൾക്കാർക്ക് കൃഷി ചെയ്യാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുക. അതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലാൻഡ് റിഫോംസ് എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ നോക്കിയേ, ലാൻഡ് റിഫോംസ് എന്ന് പറഞ്ഞാൽ എന്താ? എ ലിമിറ്റ് വാസ് സെറ്റ് ഫോർ ദ പൊസഷൻ ഓഫ് ലാൻഡ് a person could own. ഓരോ വ്യക്തിക്കും കൈവശം വെക്കാവുന്ന ഭൂമിയുടെ അളവിൽ ഒരു ലിമിറ്റ് ഏർപ്പെടുത്തി. അപ്പം അനധികൃതമായിട്ട് ഭൂമിയൊന്നും കൈവശം വെക്കാനുള്ള അവകാശം നിഷേധിച്ചു ഇല്ലേ. അപ്പം അതാണ് ഒന്ന്. മറ്റൊന്നാണ് നമ്മൾ ഗ്രീൻ റവല്യൂഷൻ എന്ന ഒരു പദ്ധതി കൊണ്ടുവന്നത്. അപ്പൊ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ പുതിയ കുറെ ടെക്നിക്സ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും. ആദ്യത്തെ എന്താണ്? ഹൈ ഈൽഡിങ് സീഡ്സ്. അപ്പൊ നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിൽ ഉണ്ടായ പ്രോബ്ലം ഫേസ് ചെയ്യാനാണ്, അല്ലെങ്കിൽ ആ പ്രോബ്ലം ഓവർകം ചെയ്തിട്ട് അഗ്രികൾച്ചർ സെക്ടറിനെ കുറച്ചുകൂടെ പുരോഗതിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ ഏത് രണ്ട് പദ്ധതി കൊണ്ടുവന്നത്? ലാൻഡ് റിഫോംസ് ആൻഡ് ഗ്രീൻ റവല്യൂഷൻ. അപ്പൊ ലാൻഡ് റിഫോംസ് എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും മനസ്സിലായല്ലോ. നമുക്ക് നമ്മുടെ കയ്യിലുള്ള വെക്കാൻ പറ്റുന്ന ലാൻഡിന് ഒരു ലിമിറ്റ് ഏർപ്പെടുത്തി. അപ്പൊ സർപ്ലസ് ആയിട്ട് വരുന്ന ലാൻഡ് നമ്മൾ എന്ത് ചെയ്യും? ഭൂമി ഇല്ലാത്തവർക്ക് കൊടുത്തിട്ട് കൃഷി ചെയ്യാൻ ആവശ്യമായ ഭൂമി തരപ്പെടുത്തി കൊടുത്തു ഇല്ലേ. അപ്പം ഗ്രീൻ റവല്യൂഷനിലൂടെ ചെയ്ത് എന്തൊക്കെയാണ്? ഹൈ ഈൽഡിങ് സീഡ്സ്, നല്ല ഗുണനിലവാരമുള്ള വിത്തുകൾ വിതരണം ചെയ്തു. പിന്നെന്താണ്? ഫെർട്ടിലൈസേഴ്സ്, വളങ്ങള്, പെസ്റ്റിസൈഡ്സ്, കീടനാശിനികള്, അതുപോലെ തന്നെ ലോ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പം കൃഷി ചെയ്യുന്നവർക്കൊക്കെ ലോണും മറ്റു കാര്യങ്ങൾ എടുക്കുമ്പോൾ അവരുടെ പലിശ നിരക്ക് കുറച്ചു കൊടുക്കുക. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലോ ഇൻട്രസ്റ്റ് റേറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് നോക്കിയാൽ സയന്റിഫിക് ഇറിഗേഷൻ, ശാസ്ത്രീയമായ ജലസേചന പദ്ധതികൾ. അതാണ് സയന്റിഫിക് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ശാസ്ത്രീയമായ ജലസേചന പദ്ധതികളൊക്കെ അല്ലെങ്കിൽ ഇറിഗേഷൻ പ്രോഗ്രാം ഒക്കെ ഡെവലപ്പ് ചെയ്തു. അപ്പൊ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത് കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നടപ്പിലാക്കിയത്? ഹൈ ഈൽഡിങ് സീഡ്സ്, നല്ല ഗുണമുള്ള അല്ലെ, നല്ല ഗുണനിലവാരമുള്ള വിത്തുകൾ കൃഷിക്കാരിലേക്ക് എത്തിച്ചു. പിന്നെ ഫെർട്ടിലൈസേഴ്സ് അല്ലെ, നമുക്ക് വിത്തുകൾ മാത്രം കൊടുത്താൽ പോരല്ലോ, അവർക്ക് ആവശ്യമായിട്ടുള്ള നല്ല വളങ്ങള്,
പിന്നെ പെസ്റ്റിസൈഡ്സ് എന്ന് പറഞ്ഞ കീടനാശിനികൾ, വിളകൾ തിന്നുന്ന കീടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവയെ നിയന്ത്രിക്കാൻ ആവശ്യമായ കീടനാശിനികൾ ലഭ്യമാക്കി. ലോ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് ആവശ്യമായ ലോണും മറ്റു കാര്യങ്ങളും ഒക്കെ എടുക്കുമ്പോൾ അവരുടെ പലിശ നിരക്ക് കുറച്ചു കൊടുത്തു. പിന്നെ സയന്റിഫിക് ആയിട്ടുള്ള ഇറിഗേഷൻ, നമ്മൾ കൃഷിയിടങ്ങളിൽ നല്ല രീതിയിലുള്ള ജലസേചനം വേണം ഇല്ലേ, അപ്പൊ അതിനായിട്ട് ശാസ്ത്രീയമായ ഒരു ജലസേചന രീതിയുമാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഗ്രീൻ റവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ലാൻഡ് റിഫോംസും ഗ്രീൻ റവല്യൂഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്തത്, അഗ്രികൾച്ചർ സെക്ടറിനെ ഒന്ന് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് 2 പദ്ധതികൾ ഇംപ്ലിമെന്റ് ചെയ്തത്, ലാൻഡ് റിഫോംസ് ആൻഡ് ഗ്രീൻ റവല്യൂഷൻ. ഇനി നമ്മളിവിടെ ഒരു പേര് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തണം, ഡോക്ടർ MS സ്വാമിനാഥൻ. ഡോക്ടർ MS സ്വാമിനാഥൻ ആരാണ്, നമ്മുടെ ഇന്ത്യയിലെ ഗ്രീൻ റവല്യൂഷന്റെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേര് നമ്മൾ പറയണം, ഡോക്ടർ MS സ്വാമിനാഥൻ. അപ്പൊ ഇനി നമുക്ക് ഈ ഗ്രീൻ റവല്യൂഷൻ നമ്മൾ നടപ്പിലാക്കിയത് എന്തിനാണ്, അഗ്രികൾച്ചർ സെക്ടറിന്റെ ഇംപ്രൂവ്മെന്റ്സിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഗ്രീൻ റവല്യൂഷന് കുറച്ച് മെറിറ്റ്സും ഉണ്ട്, കുറച്ച് ഡീമെറിറ്റ്സും ഉണ്ട്, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഗ്രീൻ റവല്യൂഷനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ നമ്മൾ ലാൻഡ് റിഫോംസും ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്ന 2 കോൺസെപ്റ്റ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്തതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിനെ കുറച്ചുകൂടി ഒരു ഡെവലപ്പർ, ഒരു പുരോഗതിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രീൻ റവല്യൂഷനും ലാൻഡ് റിഫോംസും എന്ന 2 കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ലാൻഡ് റിഫോംസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, നമ്മുടെ കയ്യിൽ വെക്കാവുന്ന വസ്തുക്കൾക്ക് ഒരു ലിമിറ്റ് കൊടുക്കുക, സർപ്ലസ് ആയിട്ട് വരുന്ന വസ്തുവിന് അല്ലെങ്കിൽ ഭൂമിയെ ഭൂമി ഇല്ലാത്ത കൃഷിക്കാർക്ക് കൊടുക്കുക. അപ്പൊ ഗ്രീൻ റവല്യൂഷൻ കൊണ്ടുവന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് കുറച്ച് നല്ല സീഡ്സ് കിട്ടി. പിന്നെ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, ന്യൂ ടെക്നോളജി ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഫാമിംഗ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു. പക്ഷേങ്കിൽ ഈ ഗ്രീൻ റവല്യൂഷൻ അല്ലെങ്കിൽ ഹരിത വിപ്ലവം വന്നതുകൊണ്ട് നമുക്ക് 2 പ്രശ്നങ്ങൾ, ഒന്ന് അഡ്വാൻറ്റേജസും ഉണ്ട്, മറ്റൊരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്താണെന്ന് നമുക്കിപ്പോൾ പഠിക്കാം. നോക്കൂ, നമ്മൾ ഗ്രീൻ റവല്യൂഷന്റെ ബെനിഫിറ്റ്സും ലിമിറ്റേഷൻസും ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നല്ല വശങ്ങൾ അല്ലേ. അപ്പം ഗ്രീൻ റവല്യൂഷൻ വന്നതുകൊണ്ടുള്ള നമുക്കുണ്ടായ ഗുണങ്ങളാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത്. ആദ്യത്തെ നോക്കി, അതാണ് ബെനിഫിറ്റ്സിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്, ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ്. കാരണം പുതിയ ടെക്നോളജി വന്നു, നല്ല സീഡ്സ് വന്നു, പിന്നെ സയന്റിഫിക് ആയിട്ടുള്ള ഇറിഗേഷൻസ് ഒക്കെ വന്നത് കാരണം എന്തുണ്ടായി, നമുക്ക് നമ്മുടെ ഫുഡ് ഗ്രെയിൻസ്, നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിന്റെ അല്ലെങ്കിൽ അവയുടെ ഉൽപാദനം എന്ത് ചെയ്തു, വർദ്ധിച്ചു അല്ലേ. നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ ഡെവലപ്പായി. അപ്പൊ നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ എന്ത് ചെയ്തു, വർദ്ധിച്ചു, നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ സാധിച്ചു. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, എൻഷുവേർഡ് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്. നമുക്ക് ഒരു സ്വയം പര്യാപ്തത തന്നെ നമുക്ക് ഫുഡിൽ നമുക്ക് നേടാനായിട്ട് സാധിച്ചു ഇല്ല. സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ടുള്ള ആഹാര സാധനങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ ലഭ്യമായി തുടങ്ങി. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താ, പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഡ്രോപ്ഡ്. അപ്പം ഈ സാധനങ്ങളുടെ വില കുത്തനെ കുറഞ്ഞു. എന്തുകൊണ്ടാണ് സാധനങ്ങളുടെ വില കുറഞ്ഞത്? നമ്മളൊരു മാർക്കറ്റിലെ എപ്പോഴാണ് സാധനങ്ങളുടെ വില കൂടുന്നത്, എപ്പോഴാണ് സാധനങ്ങളുടെ വില കുറയുന്നത്? ഒരു പ്രോഡക്റ്റ് ഒരു മാർക്കറ്റിൽ ലഭ്യത കുറയുമ്പോൾ, അല്ലെങ്കിൽ സാധനങ്ങൾ കുറച്ചേ ഉള്ളൂ, ആൾക്കാർ കൂടുതലും മേടിക്കാനുണ്ട്, ഡിമാൻഡ് കൂടുമ്പോഴാണ് അതിന്റെ പ്രൈസ് ഇങ്ങനെ കൂടി കൂടി വരുന്നത്. പക്ഷേ നമ്മുടെ ഗ്രീൻ റവല്യൂഷൻ വന്നതോടുകൂടി മാർക്കറ്റിൽ നമ്മുടെ ഫുഡ് ഗ്രെയിൻസ് ഇഷ്ടം പോലെ ഉണ്ടായത് കൊണ്ട് സാധനങ്ങളുടെയൊക്കെ എന്ത് ചെയ്തു, വില കുത്തനെ കുറഞ്ഞു. അതാണ് നമുക്ക് മൂന്നാമതുണ്ടായ ഒരു പോയിന്റ്, ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. എന്താണ്, പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഡ്രോപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, മാർക്കറ്റിൽ ഫുഡ് ഗ്രെയിൻസിന്റെ ലഭ്യത കൂടി, ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്, അപ്പൊ അതിന്റെ വില താരതമ്യേന എന്ത് ചെയ്യും, കുറയും. അതാണ് മറ്റൊരു ബെനിഫിറ്റ്സ്. പിന്നെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ബ്ലാക്ക് മാർക്കറ്റിംഗ് ആൻഡ് ഹോർഡിംഗ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഡിക്ലെയർഡ്. ബ്ലാക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കരിച്ചന്ത ഇല്ലേ. അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ പൂഴ്ത്തി വെക്കും. സാധനങ്ങൾ ഒത്തിരിയുള്ള സമയത്ത് അത് കളക്ട് ചെയ്ത് വെച്ചിട്ട് സാധനങ്ങളുടെ ലഭ്യത കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് കർഷകർക്ക് കൊടുത്തിട്ട് കൂടുതൽ വില മേടിക്കുന്ന ഒരു സമ്പ്രദായം. ആ സമ്പ്രദായം എല്ലാം നമ്മുടെ ഗ്രീൻ റവല്യൂഷൻ വന്നതോടുകൂടി അവസാനിച്ചു. അത് നമുക്കൊരു ബെനിഫിറ്റ് അല്ലേ, തീർച്ചയായിട്ടും നമുക്കൊരു ബെനിഫിറ്റ് ആണ്. മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ന്യൂ ടെക്നോളജി, നല്ല പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ നമ്മുടെ കൃഷി കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ തുടങ്ങി.
അതോടുകൂടി തന്നെ നമുക്ക് കൂടുതൽ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. അപ്പൊ ഇതൊക്കെയാണ് ഗ്രീൻ റവല്യൂഷൻ കൊണ്ടുള്ള നമുക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ അല്ലെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രേഡ്സ്, ആവശ്യത്തിന് നമുക്ക് ഭക്ഷണ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു. എൻഷുറൻസ് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്, സ്വയം പര്യാപ്തത നേടാൻ സാധിച്ചു. പിന്നെന്താണ്? പ്രൈസ് ഓഫ് ഫുഡ് ഗ്രേഡ്സ് ഡ്രോപ്ഡ്, സാധനങ്ങളുടെ വില കുത്തനെ കുറഞ്ഞു. പിന്നെ ബ്ലാക്ക് മാർക്കറ്റിംഗ് ആൻഡ് ഹോർഡിംഗ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഡിക്ലൈൻഡ്, കരിഞ്ചന്ത, സാധനങ്ങൾ പൂഴ്ത്തിവെക്കല്, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ അവസാനിച്ചു. മറ്റൊന്നെന്താണ്? നമുക്ക് പുതിയ പുതിയ ടെക്നോളജീസ് വരാനായിട്ട് സാധിച്ചു. അങ്ങനെ നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പുരോഗതിയിൽ എത്തിക്കാനായിട്ട് സാധിച്ചു. എന്ത് വന്നതോടുകൂടി? ഗ്രീൻ റവല്യൂഷൻ വന്നതോടുകൂടി. ഇതൊക്കെയാണ് ഗ്രീൻ റവല്യൂഷന്റെ ബെനിഫിറ്റ് എങ്കിൽ മറ്റൊരു തലത്തിലേക്ക് പോയാൽ അതിന് ഒരുപാട് പോരായ്മകളുണ്ട്. അതാണ് നമുക്ക് ലിമിറ്റേഷൻ ആയിട്ട് പഠിക്കാനുള്ളത്. നോക്കാം ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഡ്യൂ ടു എക്സസീവ് യൂസ് ഓഫ് വാട്ടർ ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഡിക്രീസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സസീവ് യൂസ് ഓഫ് വാട്ടർ. നമ്മളിവിടെ പറഞ്ഞിരുന്നു എന്താണ്? പുതിയ രീതിയിലുള്ള ഇറിഗേഷൻ പദ്ധതികൾ, ജലസേചന പദ്ധതിയൊക്കെ ഗ്രീൻ റവല്യൂഷന്റെ ഭാഗമായിട്ട് വന്നാണ്. സയന്റിഫിക് ആയിട്ടുള്ള ഇറിഗേഷൻ പ്രോജക്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം എന്ത് സംഭവിച്ചു? ഡ്യൂ ടു എക്സസീവ് യൂസ് ഓഫ് വാട്ടർ ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഡിക്രീസ്, നമ്മുടെ ഭൂഗർഭ ജലത്തിന്റെ തോത് ഗണ്യമായി കുറഞ്ഞു അല്ലേ? പുതിയ ടെക്നോളജി ഒക്കെ വെച്ചിട്ടുള്ള ഇറിഗേഷൻ പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് ഗ്രൗണ്ട് വാട്ടർ നമ്മൾ ഒരേ സമയം കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കുന്ന പദ്ധതികളാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഭൂഗർഭ ജലത്തിന്റെ അളവ് കുത്തനെ അല്ലെങ്കിൽ ഗണ്യമായി കുറഞ്ഞുപോയി. അത് നമ്മുടെ ഗ്രീൻ റവല്യൂഷന്റെ ഒരു പോരായ്മയാണ് അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻ ആണ് എന്ന് നമുക്ക് പറയാം. അതാണ് ആദ്യത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? ലിമിറ്റേഷൻ എന്താണ്? എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് and pesticides reduced the natural fertility of the soil. നമ്മൾ പറഞ്ഞു ഗ്രീൻ റവല്യൂഷന്റെ ഭാഗമായിട്ട് നമുക്ക് എന്താണ്? പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സ് ഒക്കെ കൊണ്ടുവന്നില്ലേ? നല്ല വളങ്ങളും കീടനാശിനികളും ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? ഓവറായിട്ട് യൂസ് ചെയ്തു. ആ ഓവറായിട്ട് യൂസ് ചെയ്തതിന്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചേ? റെഡ്യൂസ്ഡ് ദ നാച്ചുറൽ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. നമ്മുടെ മണ്ണിന്റെ പ്രകൃതിദത്തമായ വളക്കൂറൊക്കെ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. അതിന് കാരണം എന്താ? നമ്മൾ ഓവറായിട്ടുള്ള പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും ഒക്കെ ഉപയോഗിച്ചതിന്റെ ഫലമായി എന്താണ് സംഭവിച്ചത്? മണ്ണിന്റെ ഫലഭൂയിഷ്ഠത, നാച്ചുറൽ ഫെർട്ടിലിറ്റി, പ്രകൃതിദത്തമായിട്ട് നമുക്ക് കിട്ടിയിരുന്ന മണ്ണിന്റെ ഫെർട്ടിലിറ്റി മൊത്തമായിട്ട് നശിച്ചു പോകേണ്ട അല്ലെങ്കിൽ ഗണ്യമായി കുറയുന്ന ഒരവസ്ഥ വന്നു. അത് നമ്മുടെ ഗ്രീൻ റവല്യൂഷന്റെ ലിമിറ്റേഷൻ ആണ്. അതൊരു പോരായ്മയല്ലേ? തീർച്ചയായിട്ടും പോരായ്മയാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ അല്ലെ? എയർ പൊല്യൂഷനും നമ്മുടെ വാട്ടർ പൊല്യൂഷനും പിന്നെ മണ്ണിന്റെ ഒക്കെ പൊല്യൂഷൻസ് ഒരുപാടുണ്ട്. കാരണം പുതിയ പുതിയ ടെക്നോളജീസ് വന്നു, പുതിയ ഫെർട്ടിലൈസേഴ്സ് വന്നു, പുതിയ പെസ്റ്റിസൈഡ്സ് ഒക്കെ വന്നു. ഇതൊക്കെ വന്നത് കാരണം എന്ത് സംഭവിച്ചു? കൂടുതൽ മലിനമാകുന്ന അവസ്ഥയിലേക്ക് എയർ പൊല്യൂഷനും എല്ലാം അല്ലേ മൊത്തത്തിൽ ഒരു പൊല്യൂട്ടഡ് ആയ സിറ്റുവേഷനിലേക്ക് എത്തേണ്ടി വന്നു. ഇതും ഗ്രീൻ റവല്യൂഷന്റെ മറ്റൊരു പോരായ്മയാണ്. അപ്പം ഗ്രീൻ റവല്യൂഷൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തത് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിന്റെ ഡെവലപ്മെന്റിനാണ്. ഒരുപാട് നമുക്ക് നല്ല ബെനിഫിറ്റ്സ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസും ഉണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഗ്രീൻ റവല്യൂഷന്റെ ബെനിഫിറ്റ്സ് എന്താണ്? നമ്മുടെ ഫുഡ് ഗ്രെയിൻസിന്റെ പ്രൊഡക്ഷൻ വർദ്ധിച്ചു, സെൽഫ് സഫിഷ്യൻസി ഉണ്ടായി, സാധനങ്ങളുടെ വില കുറഞ്ഞു, കരിഞ്ചന്ത, സാധനങ്ങൾ പൂഴ്ത്തിവെക്കല്, ഇതുപോലുള്ള പരിപാടികളൊക്കെ അവസാനിച്ചു. പുതിയ ടെക്നോളജീസ് ഒക്കെ വന്നു. ലിമിറ്റേഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ സയന്റിഫിക് ആയിട്ടുള്ള ഇറിഗേഷൻ പ്രോജക്റ്റ് വന്നതോടുകൂടി ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഗണ്യമായി കുറഞ്ഞു. പിന്നെ ഓവറായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ ഉപയോഗിച്ചത് കാരണം നമ്മുടെ നാച്ചുറൽ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ ഡിക്രീസ് ചെയ്തു, കുറഞ്ഞു പോയി. പിന്നെ പൊല്യൂഷൻസ് ഉണ്ടായി. ഇതൊക്കെയാണ് ഗ്രീൻ റവല്യൂഷന്റെ ബെനിഫിറ്റ്സും ലിമിറ്റേഷൻസും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പോവർട്ടി എന്താണെന്ന് നമുക്ക് നോക്കാം. പോവർട്ടിയെ കുറിച്ചുകൂടെ നമുക്കൊന്ന് പഠിക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പോവർട്ടി ആണ്. പോവർട്ടി എന്ന് പറഞ്ഞ മലയാളം മീനിങ് എന്താണ്? ദാരിദ്ര്യം. ഇനി എന്താണ് ദാരിദ്ര്യം എന്ന് നമുക്ക് നോക്കാം. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? can't access the basic human needs such as food, shelter, clothes, education and health. എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ എന്തൊക്കെയാണ് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ? ഫുഡ്, നമുക്ക് ഭക്ഷണം നമുക്ക് വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് അല്ലേ? ഭക്ഷണം വേണം. ക്ലോത്ത്സ്, വസ്ത്രങ്ങൾ വേണ്ടേ? പിന്നെ അതുപോലെ ഷെൽട്ടർ, നമുക്ക് താമസിക്കാൻ ഒരു ഇടം വേണം. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം വേണം. ഹെൽത്ത്, ആരോഗ്യപരമായ കാര്യങ്ങൾ വേണം.
ഈ വക ഇതൊക്കെയാണ് നമ്മുടെ മനുഷ്യന്റെ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബേസിക് നീഡ്സ് അല്ലെങ്കിൽ അടിസ്ഥാന ആവശ്യം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് മക്കളെ? ഹെൽത്ത്, എഡ്യൂക്കേഷൻ, പിന്നെന്തൊക്കെയാണ്? ഫുഡ്, ക്ലോത്ത്സ്, ഷെൽട്ടർ. ഇതെല്ലാം ഒരു മനുഷ്യന്റെ ബേസിക് നീഡ്സ് ആണ്. ഇതൊന്നും ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭ്യമാകാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ശരിക്കും എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന് പറയുന്ന വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ പോവർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? കാൺ ആക്സസ് ദ ബേസിക് ഹ്യൂമൻ നീഡ്സ് സച്ച് ആസ് ഫുഡ്, ഷെൽട്ടർ, ക്ലോത്ത്സ്, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത്. നമ്മുടെ മനുഷ്യന്റെ ബേസിക് ആവശ്യങ്ങളായ ബേസിക് നീഡ്സ് ആയ ഫുഡ്, ഷെൽട്ടർ, ക്ലോത്ത്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് ഇതൊന്നും ലഭ്യമാകാതിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ പോവർട്ടി എന്ന് പറയുന്നത്. അപ്പൊ ദാരിദ്ര്യത്തിന് എന്തെങ്കിലും കാരണങ്ങൾ വേണ്ടേ? അപ്പൊ നമുക്ക് കോമൺ കോസ് ഓഫ് പോവർട്ടി കൂടി പഠിക്കാം. ദാരിദ്ര്യത്തിന് ഉണ്ടായ പ്രധാന കാരണങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് അൺഎംപ്ലോയ്മെന്റ്. അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? തൊഴിലില്ലായ്മ ഇല്ലേ? നമുക്ക് ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥ. ജോലി ഇല്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിലെ വരുമാനം നഷ്ടപ്പെടും. അപ്പം നമുക്ക് ആവശ്യമായതൊന്നും നമുക്ക് ലഭിക്കത്തില്ല, നമുക്ക് മേടിക്കാൻ സാധ്യമല്ല. അതാണ് കോസസ് ഓഫ് പോവർട്ടിയുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലാത്ത അവസ്ഥ അല്ലേ. രണ്ടാമത്തെ എന്താണ്? ഇൻഡെപ്റ്റഡ്നെസ്. ഇൻഡെപ്റ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? കടബാധ്യത. ഉള്ളതേ കടത്തിലാണ്. അപ്പൊ പിന്നെ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മൂന്നാമത്താണ് ലോ ഇൻകം. വരുമാനം വളരെ കുറവാണ്. അതിന് പ്രധാന കാരണം എന്താ? ഫസ്റ്റ് പോയിന്റ് തന്നെ അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ. തൊഴിലില്ലാത്ത ഒരു വ്യക്തിയുടെ എവിടുന്നെയാണ് അവർക്ക് വരുമാനം ഉണ്ടാകുന്നത്? സോ ലോ ഇൻകം പോവർട്ടിക്ക് ഒരു കാരണമാണ്. മറ്റൊന്നാണ് ഓവർ പോപ്പുലേഷൻ ഇല്ല, ജനസംഖ്യ അധികമാണ്. അപ്പോൾ ഒരു വീട്ടിൽ തന്നെ 2-3 കുട്ടികൾക്ക് പകരം 10-11 കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞുള്ള അവസ്ഥ എന്താണ് ഇല്ലേ? നമുക്ക് 2 പേർക്ക് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ, അവരുടെ ബേസിക് നീഡ്സ് എല്ലാം മറ്റുള്ളവർക്കെല്ലാം കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പം ആർക്കും തന്നെ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് വരും അല്ലേ. അപ്പോൾ ഓവർ പോപ്പുലേഷൻ നമ്മുടെ പോവർട്ടിക്ക് ഒരു പ്രധാന കാരണമാണ്. മറ്റൊന്നാണ് പ്രൈസ് റൈസ് അല്ലെ, സാധനങ്ങളുടെ വിലക്കയറ്റം. സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണം ഞാൻ മുമ്പേ പറഞ്ഞു, മാർക്കറ്റിൽ ലഭ്യമായ സാധനങ്ങളുടെ അളവ് കുറവായിരിക്കും. അപ്പോൾ ഉള്ള സാധനങ്ങൾക്ക് തീ വിലയായിരിക്കും അല്ലെ. അപ്പം സാധാരണക്കാരനായ ഒരു വ്യക്തി, അൺഎംപ്ലോയ്മെന്റ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി, ലോ ഇൻകം ഉള്ള ഒരു വ്യക്തിക്ക് അവർക്ക് ആവശ്യമായ സാധനങ്ങൾ മേടിക്കുവാനായിട്ട് സാധിക്കാത്തതിന്റെ കാരണം എന്താ? പ്രൈസ് റൈസ്. സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാണ്, അതാണ് ഒരു കാരണം. അടുത്തത് ഇൻഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. ഇപ്പൊ തൊഴിൽ അവസരങ്ങളൊക്കെ അവർക്ക് തുല്യമായ രീതിയിൽ കിട്ടത്തില്ല. ചിലർക്ക് അധികാരം കൂടുതലുള്ളവർക്ക് പെട്ടെന്ന് ജോലി കിട്ടും, അല്ലാത്തവർക്ക് ലഭിക്കത്തില്ല. അപ്പൊ ഇൻഇക്വാളിറ്റി, സമത്വമില്ലായ്മ. എവിടെ സമത്വമില്ലായ്മ? ഓപ്പർച്യൂണിറ്റി, തൊഴിൽ അവസരങ്ങളിലെല്ലാം സമത്വമില്ലായ്മ. അതും എന്തിനു കാരണമായി? പോവർട്ടിക്ക് കാരണമായി. മറ്റൊരു പ്രത്യേകത എന്താ? പുവർ ഹെൽത്ത് എന്ന് വെച്ചാൽ എന്താണ്? വളരെ മോശമായ ആരോഗ്യാവസ്ഥ. ആരോഗ്യാവസ്ഥ വളരെ മോശമാകുമ്പോൾ ഒരു വ്യക്തിക്ക് എന്തിനു സാധിക്കില്ല? തൊഴിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം ഇതൊക്കെയാണ് എന്തിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. ദാരിദ്ര്യം അല്ലെങ്കിൽ പോവർട്ടിക്ക് ഉള്ള കോമൺ കോസ്, സാധാരണയുള്ള പ്രധാനപ്പെട്ട കോസസ് എന്തൊക്കെയാണ്? പോവർട്ടിക്ക്, ദാരിദ്ര്യം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ. ഇൻഡെപ്റ്റഡ്നെസ് മീൻസ് കടബാധ്യത. ലോ ഇൻകം, വരുമാനക്കുറവ്. ഓവർ പോപ്പുലേഷൻ, അധികമുള്ള ജനസംഖ്യ. പ്രൈസ് റൈസ്, സാധനങ്ങളുടെ എല്ലാം വിലക്കയറ്റം. ഇൻഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, തുല്യ അല്ലെങ്കിൽ സമത്വമില്ലാതെ അവസരങ്ങൾ ഒന്നും ലഭിക്കാത്ത അവസ്ഥ. പിന്നെ പുവർ ഹെൽത്ത്, വളരെ മോശമായ ആരോഗ്യാവസ്ഥ. ഇതൊക്കെയാണ് നമ്മുടെ ദാരിദ്ര്യത്തിന് കാരണം. അപ്പൊ ദാരിദ്ര്യം അല്ലെങ്കിൽ പോവർട്ടി എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മനുഷ്യന്റെ, ഹ്യൂമൻ ബീങ്സിന്റെ ബേസിക് നീഡ്സ് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. എന്തൊക്കെയാണ് ബേസിക് നീഡ്സ് എന്ന് പറയുന്നത്? എന്തൊക്കെയാണ്? ഫുഡ്, ഷെൽട്ടർ, ക്ലോത്ത്സ്, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത്. ഇതൊന്നും ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ലഭിക്കാത്ത അവസ്ഥയാണ് നമ്മൾ പോവർട്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി അടുത്തത് പഠിക്കാനുള്ളത് പോവർട്ടി അലിവിയേഷൻ സ്കീംസ് ആണ്. പോവർട്ടി, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു.